ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ 12ാം ചാപ്റ്റർ നമ്മൾ പൂർത്തീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പഠിച്ച ചില കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു ക്വിസ് എന്ന രീതിയിലാണ് ഈ ഒരു റിവ്യൂ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. Sorry. ആദ്യത്തെ ചോദ്യം ഇതാണ്: Priest belong to which tribe of Israel? പുരോഹിതന്മാര് ഇസ്രായേലിന്റെ ഏത് ഗോത്രത്തിൽ പെട്ടവരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ചോദ്യം: ആൻസർ ഏതാണ്? അടുത്ത ചോദ്യം: ലേവ്യർ 21 അധ്യായം 18 മുതൽ 20 വാക്യങ്ങളിൽ പുരോഹിതന്മാരുടെ ക്വാളിഫിക്കേഷൻസിനെ സംബന്ധിച്ച് അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പം അവിടെ വായിക്കുമ്പോൾ ചില ബാഹ്യമായിരിക്കുന്ന വൈകല്യങ്ങൾ ഉള്ളവർക്ക് പുരോഹിതന്മാരായി ഇരിക്കുവാൻ അനുവാദമില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ വൈകല്യങ്ങളുള്ളവർക്ക് പുരോഹിതന്മാരായി ഇരിക്കുവാൻ സാധിക്കാഞ്ഞത്, അല്ലെങ്കിൽ സാധിക്കുകയില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉത്തരവും കൂടെ മലയാളത്തിൽ വായിക്കണോ അല്ലെങ്കിൽ പറയണോ? പറയണം. ഓപ്ഷൻ എ, നമ്മളെല്ലാവരും പാപികളും അപൂർണരുമായിരിക്കെ. ഓപ്ഷൻ ബി, ഈ വിധത്തിൽ ഒരു വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അനുവാദമില്ല എന്നുള്ളത് കൊണ്ട് അവര് ഈ വിധത്തിൽ വൈകല്യങ്ങളുള്ളവര് ഗോസ്പലൈറ്റ് ചർച്ചിന്റെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡി, all of the above. Gospelite Church. Church in the Church. It's tricky. ഉത്തരം എഴുതിയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയമോ ഉണ്ടെങ്കിൽ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ 3. ഈ വിധത്തിൽ പുരോഹിതനായിരിക്കുവാൻ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്ത ഈ വിധ വൈകല്യം അത് എന്തിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ആത്മീയമായി ചിന്തിക്കുമ്പോൾ? ഭാഗികമായിരിക്കുന്ന അന്ധതയാണ് ഇവിടെ എടുത്ത് ചോദിക്കുന്നത്. അപ്പം ഈ കണ്ണിന്റെ അല്ലെങ്കിൽ ഭാഗികമായിരിക്കുന്ന അന്ധത എന്നുള്ള ശരീര വൈകല്യം അത് ആത്മീയമായി ചിന്തിക്കുമ്പോൾ എന്തിനെ കാണിക്കുന്നു? ഓപ്ഷൻ എ, നമ്മൾ ഇംപെർഫെക്റ്റ് ഹ്യൂമൻസ് ആയിരിക്കെ നമ്മുടെ കാഴ്ച അത് മങ്ങിയതാണ്, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് അല്ല. ഓപ്ഷൻ ബി, നമുക്ക് നമ്മുടെ തന്നെ കുറവുകളും തെറ്റുകളും കാണാൻ ഒരുക്കമല്ല, അല്ലെങ്കിൽ പ്രയാസമാണ്. ഓപ്ഷൻ സി, എ ആൻഡ് ബി.
Option D, none of the above. Question number 4. ഫ്ലാറ്റ് നോസ്ഡ് എന്ന് നമ്മൾ പഠിച്ച ഒരു ശരീര വൈകല്യമുണ്ട്. ഫ്ലാറ്റ് നോസ്റ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പതുങ്ങിയ മൂക്കല്ലേ. അപ്പം ഈ ഒരു ശരീര വൈകല്യം ആത്മീയമായി എന്തിനെ കാണിക്കുന്നു? ഓപ്ഷൻ എ, മറ്റുള്ളവരുടെ, നമ്മുടെ സഹവിശ്വാസികളുടെ സാക്രിഫൈസുകൾ, അല്ലെങ്കിൽ അവര് ആത്മീയമായി എടുക്കുന്ന സാക്രിഫൈസുകളൊക്കെയും ചെയ്യുന്ന സാക്രിഫൈസുകളൊക്കെയും അതിൻ്റെ ആ ഒരു മാധുര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഓപ്ഷൻ ബി, മറ്റുള്ളവരുടെ ഈ വിധ സാക്രിഫൈസുകൾക്ക് നമ്മളൊരു തെറ്റായ മോട്ടീവ് കാണുന്നു, അല്ലെങ്കിൽ അവര് ഈ വിധത്തിൽ സാക്രിഫൈസ് ചെയ്യുന്നത് ഒരു തിന്മയുടെ ഇന്റൻഷൻ വെച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നു. ഓപ്ഷൻ സി, നമുക്ക് നമ്മുടെ സഹവിശ്വാസികളെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ അവരോട് നമുക്ക് ഈ തരത്തിലുള്ള ഒരു അപ്രീസിയേഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ശുശ്രൂഷ വേലയ്ക്ക് ഒരു തടസ്സമായി തീരുന്നു. ഓപ്ഷൻ ഡി, all of the above. Question number 5. ഈ വിധത്തിൽ ശരീരവൈകല്യങ്ങളുള്ള വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മീയ ലേവ്യർ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യാൻ അധികാരമില്ല എങ്കിൽ നമ്മുടെ സാക്രിഫൈസുകളൊക്കെയും എങ്ങനെയാണ് ദൈവം തനിക്ക് ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമായി കരുതുന്നത്? ഓപ്ഷൻ എ, നമ്മൾ സ്വയം നേടിയെടുക്കുന്ന ആ ഒരു മെറിറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ വില്ലിംഗ് ആയിട്ട്, നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട്. ഓപ്ഷൻ സി, ഈ വിധം നമ്മൾ കഴിക്കുന്ന സാക്രിഫൈസുകളൊക്കെയും നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്ന യേശു നമുക്ക് വേണ്ടി തൻ്റെ യാഗമായി കരുതിക്കൊണ്ട് അർപ്പിക്കുന്നത് കൊണ്ട്. ഓപ്ഷൻ ഡി, none of the above. Okay, question 6. ലേവ്യർ 21-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മഹാപുരോഹിതൻ കല്യാണം കഴിക്കുന്നത് ഒരു കന്യകയായിരിക്കുന്ന സ്ത്രീയെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതെന്തിനെ ആത്മീയമായി സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, കന്യകമാരാണ് ഇസ്രായേലിയ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും ഭയഭക്തി, അല്ലെങ്കിൽ ഒരു ആത്മീയമായിരിക്കുന്ന ഒരു
ഒരു അഫിനിറ്റി ഉള്ളത്. ഓപ്ഷൻ ബി, ഈ വിധ കന്യകമാരുടെ അല്ലെങ്കിൽ ഈ കന്യകാർത്ഥമായിരിക്കുന്ന സ്വഭാവം അതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ കാണേണ്ട തരത്തിലുള്ള സ്വഭാവം. ഓപ്ഷൻ സി, തയറ്റീറ എന്നുള്ള ആ സ്ത്രീയുടെ സ്വഭാവം പോലെ ചർച്ച് ആകരുത് എന്നതിനെ കാണിക്കുന്നു. ഓപ്ഷൻ ഡി, ബി ആൻഡ് സി. Question 7. ഫ്രീ വിൽ ഓഫറിംഗ് അത് നമ്മൾ വോളണ്ടറി ആയി ചെയ്യുന്ന ഒന്നാണ്. സിൻ ഓഫറിംഗ് മാൻഡറ്ററി ആയി ചെയ്യുന്ന ഒന്നാണ്. അപ്പം യേശുവിനോടനുബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു താൻ ഫ്രീ വിൽ ഓഫറിംഗ് ആയി കഴിച്ചത് എന്താണ്? സിൻ ഓഫറിംഗ് ആയിട്ട് കഴിച്ചത് എന്താണ്? സിൻ ഓഫറിംഗ് എന്നുള്ളത് പാപപരിഹാര യാഗം. ഫ്രീ വിൽ ഓഫറിംഗ് നമ്മൾ ഫ്രീ ആയി നടത്തുന്ന ഓഫറിംഗ് യാഗം. ഓപ്ഷൻ എ, യേശു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നത് കൊണ്ട് തനിക്ക് സിൻ ഓഫറിംഗ് കഴിക്കാൻ സാധിക്കുന്നതല്ല. ഓപ്ഷൻ ബി, യേശു ഫ്രീ വിൽ ഓഫറിംഗ് ആയിട്ട് തൻ്റെ കോൺസെക്രേഷനിൽ തന്നെ താൻ യാഗം അർപ്പിച്ചു. അതിന് ശേഷം തൻ്റെ 3.5 വർഷക്കാലത്തെ ആ എർത്ത്ലി മിനിസ്ട്രിയിൽ താൻ ഒരു സിൻ ഓഫറിംഗ് ആയി തന്നെ കഴിച്ചു. ഓപ്ഷൻ സി, താൻ ഫ്രീ വിൽ ഓഫറിംഗ് ആയിട്ടും സിൻ ഓഫറിംഗ് ആയിട്ടും താൻ ക്രൂശിൽ മരിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ കഴിച്ചു, യാഗം അർപ്പിച്ചു. ഓപ്ഷൻ ഡി, എ ആൻഡ് സി. Okay, next question. Linen garments എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ഗാർമെന്റ് അത് പുരോഹിത വർഗം ധരിക്കുമ്പോൾ അത് എന്തിനെ കാണിക്കുന്നു? ഓപ്ഷൻ എ, നീതിയും വിശുദ്ധിയും കാണിക്കുന്നു. യേശുവിന്റെ നീതിയും വിശുദ്ധിയും കാണിക്കുന്നു. ഓപ്ഷൻ ബി, ഈ ചർച്ചിന് കണക്കിടപ്പെട്ട് ലഭിക്കുന്ന യേശുവിന്റെ നീതിയും വിശുദ്ധിയെയും കാണിക്കുന്നു. ഓപ്ഷൻ സി, all of the above. Option D, none of the above. Okay, next question. Linen girdle, ലിനൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അരക്കെട്ട് എന്തിനെ കാണിക്കുന്നു? ഓപ്ഷൻ എ, ചർച്ചും യേശുവും നീതിക്ക് സെർവൻസ് ആണ് എന്നുള്ളതിനെ കാണിക്കുന്നു. ഓപ്ഷൻ ബി, കവനന്റുകളെ കാണിക്കുന്നു. ഓപ്ഷൻ സി, ഫെയ്ത്ത്ഫുൾനെസ്സിനെ കാണിക്കുന്നു, വിശ്വസ്തതയെ കാണിക്കുന്നു. ഓപ്ഷൻ ഡി, ആത്മീയമായിരിക്കുന്ന ഒരു സിഗ്നിഫിക്കൻസും അതിനില്ല.
ഉത്തരം എഴുതാൻ സമയം കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? Okay, next question. ചോദ്യം എഴുതാൻ പറ്റുന്നില്ല, ഉത്തരം എഴുതാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് ഉത്തരം മാത്രം ഇപ്പൊ എഴുതി വെക്കുക. ചോദ്യം വേണമെങ്കിൽ പിന്നെ വീഡിയോ റിവ്യൂ ചെയ്ത് അതിൽ നിന്ന് എഴുതാം. ഇപ്പൊ ചെയ്യുന്നത് ക്വസ്റ്റ്യന്റെ നമ്പർ ഇടും, അതിന്റെ അപ്പുറത്ത് ഉത്തരത്തിന്റെ എ എന്നും ബി എന്നും സി എന്നും ഇടും, അത്രേ ഉള്ളൂ. അത്രയും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ഫാദർ എന്തിനെ കാണിക്കുന്നു? Righteousness, sacrifice, immortality, two covenants. Next question. ഈ ഫാദർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂലുകളുടെ കളർ എന്തൊക്കെ? Option A, white, scarlet, blue, purple, yellow. Option B, white, scarlet, blue, purple, gold. Option C, white, scarlet, blue, green, gold. Option D, white, red, black, purple, gold. ഉത്തരം അടുത്ത ചോദ്യം. ബ്രസ്റ്റ് പ്ലേറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ, ന്യായപ്രമാണം. ഓപ്ഷൻ ബി, പുതിയ ഉടമ്പടി. ഓപ്ഷൻ സി, അബ്രഹാമ്യ ഉടമ്പടി. ഓപ്ഷൻ ഡി, ദൈവത്തിന്റെ ഇച്ഛയെ കാണിക്കുന്നു. ഓക്കെ, ഉത്തരം അടുത്ത ചോദ്യം. അപ്പർ ബ്ലൂ റോബ് എന്ന ആ ഒരു വസ്ത്രത്തിന്റെ ഭാഗം അത് എന്തിനെ കാണിക്കുന്നു? ഓപ്ഷൻ എ, റൈച്ചസ്നെസ്. ഓപ്ഷൻ ബി, സീലിനെ കാണിക്കുന്നു, എരിവ്. ഓപ്ഷൻ സി, മുകളിലുള്ള എല്ലാം. ഓപ്ഷൻ ഡി, വിശ്വസ്തതയെ കാണിക്കുന്നു. ഉത്തരം അടുത്ത ചോദ്യം. ക്യൂരിയസ് ഗേർഡൽ എന്ന് പറയുന്നത് ഈ ഫോദിന് മുകളിലായി അരകെട്ടാൻ ഉപയോഗിക്കുന്നതാണ്. അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ, പുരോഹിതൻ കവനന്റുകൾക്ക്, ഉടമ്പടികൾക്ക് ഒരു സെർവന്റ് ആണ് എന്നതിനെ കാണിക്കുന്നു. ഓപ്ഷൻ ബി, പുരോഹിതൻ യഹോവയ്ക്ക് ഒരു സെർവന്റ് ആണ് എന്നതിനെ കാണിക്കുന്നു. ഓപ്ഷൻ സി, പുരോഹിതൻ ജനത്തിന് ഒരു സെർവന്റ് ആണ് എന്നതിനെ കാണിക്കുന്നു. ഓപ്ഷൻ ഡി, all of the above. ഉത്തരം
അടുത്ത ചോദ്യം. മഹാപുരോഹിതൻ ധരിക്കുന്ന ഗാർമെന്റ് ഓഫ് ഗ്ലോറി ആൻഡ് ബ്യൂട്ടി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ, glory, honor, and immortality. Antitypical high priest ലഭിക്കുന്ന glory, honor, immortality കാണിക്കുന്നു. ഓപ്ഷൻ ബി, ആത്മീയമായ ഒരു പ്രത്യേകതയും അതിനില്ല, ജസ്റ്റ് ഒരു ഉപപുരോഹിതന്മാരിൽ നിന്ന് വേർപെടുത്തുവാൻ തക്കവണ്ണം ഒരു യൂണിഫോം എന്നത് മാത്രമേ അത് ഉള്ളൂ. ഓപ്ഷൻ സി, യേശുവിന്റെ മാത്രം ഗ്ലോറി, ഓണർ, ഇമ്മോർട്ടാലിറ്റി. ഓപ്ഷൻ ഡി, ചർച്ചിന്റെ മാത്രം ഗ്ലോറി, ഓണർ ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഉത്തരം അടുത്ത ചോദ്യം. മഹാപുരോഹിതൻ ധരിച്ചിരുന്ന ബ്രസ്റ്റ് പ്ലേറ്റ് അത് ഈഫോദ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ നൂലുകൾ അല്ലെങ്കിൽ നൂലിന്റെ കളറുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ? യെസ് ഓർ നോ? ഒന്നുകൂടെ പറയാം. മഹാപുരോഹിതൻ ധരിച്ച ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂലിന്റെ കളർ അത് ഈഫോദ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച നൂലുകളുടെ അതേ കളറാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് മലയാളം പ്രസ്താവന അത് കറക്റ്റ് ആണോ അല്ലയോ? ഉത്തരം അടുത്ത ചോദ്യം. ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് 2 പാളികളായിട്ട് മടക്കി വെച്ചിരുന്ന ഒന്നാണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അല്ലെങ്കിൽ ഇതിൽ അടങ്ങുന്ന ആത്മീയ ആശയം എന്താണ്? ഓപ്ഷൻ എ, പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസും ഇതിനില്ല. ഉറീമും തുമ്മീമും എന്ന ആ കല്ലുകൾ വെക്കാനായുള്ള ഉപയോഗത്തിന് മാത്രമാണ് അത് മടക്കി വെച്ചിരുന്നത്. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ന്യായപ്രമാണത്തിന്റെ അക്ഷരത്തെയും ആത്മാവിനെയും കാണിക്കുന്നു. ഓപ്ഷൻ സി, 2 കവനന്റുകളെ കാണിക്കുന്നു. ഓപ്ഷൻ ഡി, 2 സാൽവേഷൻസിനെ കാണിക്കുന്നു. രക്ഷാ പദ്ധതിയെ അല്ലെങ്കിൽ 20 രക്ഷയെ കാണിക്കുന്നു. ഉത്തരം അടുത്ത ചോദ്യം. ഈ ബ്രസ്റ്റ് പ്ലേറ്റിന്മേൽ പതിച്ചിരിക്കുന്ന 12 ജംസ്, ഇത് അവിടെ എഴുതുന്നത് അത് പ്രഷ്യസ് ജംസ് ആണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അപൂർവമായി കണ്ടെത്തുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമുക്ക് ബൈബിളിൽ വായിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ അപൂർവമായിട്ട് കരുതുന്നത്, പ്രഷ്യസ് ആയിട്ട് കരുതുന്നത്? ഓപ്ഷൻ എ, ഇത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്ന നാച്ചുറലി ഉണ്ടാകുന്നതാണ്. നമ്മൾ ഒരു മനുഷ്യൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നാച്ചുറലി കണ്ടെത്തുന്നതാണ്. അപ്പം ഇത് ഉണ്ടായി വരാനായിട്ട് ഇത് ഉപയോഗിക്കുന്ന എലമെന്റ്സ്, ഭൂമിയിൽ കണ്ടെത്തുന്ന എലമെന്റ്സ് അത്
ഭൂമിക്കുള്ളിൽ കാണാൻ കഴിയുന്ന 3 മോസ്റ്റ് കോമൺ എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഭൂമിക്കുള്ളിൽ കണ്ടെത്തുന്ന 3 മോസ്റ്റ് കോമൺ എലമെന്റ്സ് ആണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഓപ്ഷൻ ബി, ഭൂമിക്കുള്ളിൽ ഈ ജംസുകൾ വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി, ഈ ഇൻഗ്രീഡിയൻസ് ഭൂമിയിൽ ഉണ്ടെങ്കിൽ പോലും ആ ഇൻഗ്രീഡിയൻസ് കൂടി ചേർന്ന് അത് ഈ തരത്തിൽ ഒരു ജെം ആയി തീരണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന കണ്ടീഷൻ അത് വളരെ അപൂർവമായിരിക്കുന്ന ഒന്നാണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്റൻസ് ഹീറ്റ്, കാഠിന്യമേറിയ ചൂടുള്ള ഒരു അനുഭവം വേണം, ഇന്റൻസ് പ്രഷർ വേണം, സ്ലോ കൂളിംഗ്, വളരെ വളരെ സാവധാനം അത് കൂൾ ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പം ഇതാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി, all of the above. Okay, ഉത്തരം ഇവിടെ ഉത്തരം ഡി ആണ്. സോറി. ഓക്കെ, അടുത്ത ചോദ്യം. ഉരീമും തുമ്മീമും എന്നുള്ള ഈ രത്നങ്ങൾ അത് മഹാപുരോഹിതൻ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു തർക്കത്തെ സംബന്ധിച്ചോ ചോദ്യത്തെ സംബന്ധിച്ചോ ഉള്ള ദൈവത്തിന്റെ ആഗ്രഹത്തെ, ദൈവത്തിന്റെ ഇച്ഛയെ മനസ്സിലാക്കാനാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ? ഉറീമും തുമ്മീമും എന്നുള്ള ഈ രത്നങ്ങൾ മഹാപുരോഹിതൻ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ഇച്ഛയെ മനസ്സിലാക്കാനാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ? ഉത്തരം Okay, next question. മഹാപുരോഹിതൻ ധരിക്കുന്ന ഗോൾഡൻ പ്ലേറ്റ് ആൻഡ് മീട്രെ, ഗോൾഡൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ക്രൗണ് എന്നൊക്കെ പറയാം. നെറ്റിയിൽ ധരിക്കുന്ന ഈ ഗോൾഡൻ പ്ലേറ്റ് ആൻഡ് മീട്രെ അത് എന്തിനെ സിംബലൈസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ, യഹോവയുടെ വിശ്വസ്തതയെ കാണിക്കുന്നു. യഹോവയോടുള്ള വിശ്വസ്തത. ഒരു മഹാപുരോഹിതന് യഹോവയോടുള്ള വിശ്വസ്തതയെ കാണിക്കുന്നു. ഓപ്ഷൻ ബി, മഹാപുരോഹിതന്റെ റോയൽറ്റിയെ കാണിക്കുന്നു, രാജാവിന്റെ അവസ്ഥയെ കാണിക്കുന്നു. ഓപ്ഷൻ സി, മഹാപുരോഹിതൻ യഹോവയുടെ ഇഷ്ടത്തിന്, യഹോവയുടെ ആഗ്രഹത്തെ ചെയ്യാനായിട്ട് താൻ ഒരുക്കമുള്ളവനാണ് എന്നുള്ളതിനെ കാണിക്കുന്നു. ഓപ്ഷൻ ഡി, ബി ആൻഡ് സി. ഓക്കെ, ഉത്തരം next question.
പഴയ നിയമത്തിൽ പുരോഹിത വർഗത്തിന്റെ കോൺസക്രേഷനെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? പുരോഹിത വർഗത്തിന്റെ കോൺസക്രേഷനെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? പുറപ്പാട് 28 അധ്യായം, ലേവ്യർ 8 അധ്യായം, ലേവ്യർ 16 അധ്യായം. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി. Okay, answer. അടുത്ത ചോദ്യം. അറ്റോൺമെന്റ് ഡേ സംബന്ധിച്ച്, പാപപരിഹാര ദിവസത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? ഓപ്ഷൻ എ, ലേവ്യർ 16 അധ്യായം. ഓപ്ഷൻ ബി, ലേവ്യർ 8 അധ്യായം. ഓപ്ഷൻ സി, ലേവ്യർ 28 അധ്യായം. ഓപ്ഷൻ ഡി, ലേവ്യർ 9 അധ്യായം. ഉത്തരം അടുത്ത ചോദ്യം. പുരോഹിത വർഗത്തിന്റെ കോൺസക്രേഷനുമായി അനുബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ, പുരോഹിത വർഗത്തിന്റെ കോൺസക്രേഷനുമായി അനുബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മോശ ആരെ പ്രതിനിധീകരിക്കുന്നു? മോശ ആരെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻ എ, യേശു. ഓപ്ഷൻ ബി, ചർച്ച്. ഓപ്ഷൻ സി, യഹോവ. ഓപ്ഷൻ ഡി, ഇതൊരു ടൈപ്പ് അല്ല, നിഴലല്ല. ഉത്തരം അടുത്ത ചോദ്യം. പുരോഹിത വർഗത്തിന്റെ കോൺസക്രേഷനുമായി അനുബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മഹാപുരോഹിതൻ ആരെ കാണിക്കുന്നു? ഓപ്ഷൻ എ, യേശു. ഓപ്ഷൻ ബി, ചർച്ച്. ഓപ്ഷൻ സി, യഹോവ. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി. ഉത്തരം അടുത്ത ചോദ്യം. പുരോഹിത വർഗത്തിന്റെ കോൺസക്രേഷനുമായി അനുബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അഹരോന്റെ മക്കൾ ആരെ കാണിക്കുന്നു? ഓപ്ഷൻ എ, യേശു. ഓപ്ഷൻ ബി, ചർച്ച്. ഓപ്ഷൻ സി, യഹോവ. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി. ഉത്തരം അടുത്ത ചോദ്യം. പാപപരിഹാര ദിവസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ, അതിനോട് അനുബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മഹാപുരോഹിതൻ ആരെ കാണിക്കുന്നു? ഓപ്ഷൻ എ, യേശു. ഓപ്ഷൻ ബി, ചർച്ച്. ഓപ്ഷൻ സി, യഹോവ. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി. ഉത്തരം അടുത്ത ചോദ്യം.
മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എന്തിന്റെ നിഴലാണ്? ഓപ്ഷൻ എ രാജകീയ പുരോഹിത വർഗം. ഓപ്ഷൻ ബി യാഗം അർപ്പിക്കുന്ന പുരോഹിത വർഗം. ഓപ്ഷൻ സി ക്രിസ്തു എന്ന് പറയുമ്പോൾ ശരീരവും തലയും കൂടെ ചേരുന്ന ക്രിസ്തു. ഓപ്ഷൻ ഡി എ ആൻഡ് സി. ഉത്തരം അടുത്ത ചോദ്യം. അഹരോന്യ പൗരോഹിത്യം എന്തിന്റെ നിഴലാണ്? ഓപ്ഷൻ എ രാജകീയ പുരോഹിത വർഗം. ഓപ്ഷൻ ബി യാഗം അർപ്പിക്കുന്ന പുരോഹിത വർഗം. ഓപ്ഷൻ സി ചർച്ചിന്റെ മാത്രം നിഴലാണ്. ഓപ്ഷൻ ഡി none of the above. ഉത്തരം അടുത്ത ചോദ്യം. അറ്റോൺമെന്റ് ഡേയിൽ പാപപരിഹാര ദിവസത്തിൽ യാഗമർപ്പിക്കുന്ന കാള ബുള്ളക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ the ransom price given to redeem Adam. ആദാമിനെ വീണ്ടെടുക്കുവാനായി നൽകപ്പെട്ട ആ റാൻസം പ്രൈസിനെ കാണിക്കുന്നു. ഓപ്ഷൻ ബി സുവിശേഷ യുഗത്തിലെ ചർച്ചിനെ കാണിക്കുന്നു. ഓപ്ഷൻ സി യേശുവിൻ്റെ പൂർണ്ണ പെർഫെക്റ്റ് മാനുഷികത്വത്തെ കാണിക്കുന്നു. ഓപ്ഷൻ ഡി none of the above. Okay, ഉത്തരം അവസാനത്തെ ചോദ്യം. അറ്റോൺമെന്റ് ഡേ പാപപരിഹാര ദിവസം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ സുവിശേഷ യുഗം. ഓപ്ഷൻ ബി യേശുവും ചർച്ചും സിൻ ഓഫറിംഗ് ആയിട്ട് തന്നെ യാഗം അർപ്പിക്കുന്ന സമയത്തെ കാണിക്കുന്നു. ഓപ്ഷൻ സി ചർച്ചിന്റെ ഫ്യൂച്ചറിലുള്ള ഇനിയും വരാനിരിക്കുന്ന മനുഷ്യരെ അനുഗ്രഹിക്കാനായുള്ള ആ വേലയ്ക്ക് മുമ്പായി തയ്യാറാകുന്ന ഒരു സമയത്തെ കാണിക്കുന്നു. ആ വേലയ്ക്ക് വേണ്ടി മനുഷ്യരെ അനുഗ്രഹിക്കാനായുള്ള വേലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്തെ കാണിക്കുന്നു. ഓപ്ഷൻ ഡി all of the above. ഉത്തരം